ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ പ്ലാൻ ഒരു ഈവനിങ് വാക്കാണ്. ഇന്ന് എഴുന്നേറ്റപ്പോൾ നന്നേ താമസിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ലാഭമായല്ലോ എന്നോർത്ത് ലഞ്ചൊക്കെ കഴിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി ഓക്കെ ഒരു വാക്കിന് പോകാം. ഒരുപാട് ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇന്നില്ല, കാരണം നാളെ വർക്കിനൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്ത് പോയി എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാവുന്ന ഒരു പ്ലാനിലേക്ക് വന്നു. കാഴ്ച കാണുന്നതിനൊപ്പം തന്നെ ആരോഗ്യ പരിരക്ഷണവും ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ. ഈ പോകുന്ന സ്ഥലം ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കാറിലൊക്കെ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നടന്നെത്തുന്നൊരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് റോഡിന് സൈഡിൽ കൂടെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. മുന്നോട്ട് ചെന്നപ്പോൾ കൊണ്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മോട്ടോർ വേയോട് വളരെ ചേർന്ന ഒരു പുൽമേട്ടിൽ നിന്നുകൊണ്ട് വളരെ ശാന്തമായിട്ട് 2 കുതിരകൾ പുല്ലൊക്കെ തിന്ന് ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ദൂരം കൊടുന്ന പോലെ ഫീൽ ചെയ്തപ്പോൾ കുറുക്ക് വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുള്ള നീതുവിൻ്റെ ഐഡിയയുടെ പുറകെ പോയിട്ട് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി വീണ്ടും തിരിച്ചു വന്ന് റോഡിൽ കൂടെ തന്നെ ഓരം പിടിച്ച് യാത്ര തുടങ്ങി. മുന്നോട്ട് ചെന്നപ്പോൾ ലെറ്റർഫുട്ട് വ്യൂ പോയിന്റിൻ്റെ സ്കോട്ട്സ് വേൻ്റെ ഒക്കെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ബോർഡുകൾ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 1863 ബെർബിക്ഷയർ റെയിൽവേയുടെ ഭാഗമായിട്ട് ട്രെയിൻ കിടന്നു പോകാൻ വേണ്ടി റിവർ ട്വീഡ് എന്നുള്ള നദിക്ക് കുറുകെ 126 അടി ഉയരത്തിൽ നിർമ്മിച്ച ലെറ്റർഫുട്ട് വയാഡക്റ്റ് എന്ന് പറയുന്ന ഒരു റെയിൽ പാലമാണ്. പുൽമേടും റിവർ ട്വീഡും അതിന് മുകളിലായി തലയുയർത്തി നിൽക്കുന്ന വയാഡക്റ്റും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഈ റെയിൽവേ ബ്രിഡ്ജിന്റെ മുകളിലേക്കുള്ള പ്രവേശനമൊക്കെ ഇപ്പോൾ അനുവദനീയമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് ഈ നിർമ്മിതിയുടെ ഒരു വലിപ്പം കാണാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. കുറച്ചു നേരം അവിടെ കറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങി.